ഇന്ത്യ പാക് മത്സരങ്ങൾ തീ പാറിയിട്ടുള്ളത് കളിക്കാർ തമ്മിലുള്ള കൊമ്പുകോർക്കലുകളും കളത്തിലെ മിന്നും പ്രകടനങ്ങളും എല്ലാം കൊണ്ടാണ്. അവിടെ നിന്ന് മാറി വിവാദങ്ങളുടെ കളിക്കളത്തിലാണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും എത്തി നിൽക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനൂപ് ഷൺമുഖൻ ചേരുകയാണ്. അല്ലേ അനൂപ്, ഒരുപാട് മത്സരങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ആയിട്ട് ഇപ്പോഴും മനസ്സിലുള്ള ഒരു മൊമെന്റ്, ഒരു മാച്ച് ഏതാണ് കാണുന്നത്? ജയേഷ്, തീർച്ചയായിട്ടും വലിയ നിരാശ നൽകിയ ഒരു മത്സരം അത് തൊട്ടു മുമ്പ് നടന്ന ഫൈനൽ 2017 ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലായിരുന്നു. അന്ന് ഇന്ത്യ ടൂർണമെൻറ്റിൽ എതിരാളികളില്ലാത്ത രീതിയിൽ ജയിച്ച് മുന്നേറിയെങ്കിലും ഫൈനലിൽ അതേ പാകിസ്ഥാനോട് തന്നെ തോൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. ഏറെ നാളുകൾക്ക് ശേഷം ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുന്ന, ICC ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ട് തോൽപ്പിക്കുന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് കണ്ടു. പക്ഷേ ആ മത്സരശേഷമുള്ള നടന്ന സംഭവങ്ങളാണ് ഒരു യഥാർത്ഥ ഇന്ത്യ പാകിസ്ഥാൻ ആരാധകൻ എന്നുള്ള നിലയിൽ അങ്ങനെ ഉള്ളവരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അന്നത്തെ ക്യാപ്റ്റനായിരുന്ന വിരാട് കോഹ്ലി ആ തോൽവിക്കിടയിലും വളരെ ചിരിച്ച് പ്രസന്നവതനായിട്ട് അദ്ദേഹം പാക് താരങ്ങളോട് സംസാരിക്കുന്നതായിട്ടുള്ള, ഇടപഴകുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഒരുപക്ഷേ ഈ ഏഷ്യ കപ്പ് നടക്കുമ്പോൾ ആദ്യ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ പലരും വീണ്ടും ഓർത്തിട്ടുണ്ടാവുക ആ നിമിഷങ്ങൾ തന്നെയായിരിക്കും. അതായത് കളത്തിലെ മത്സരം മാറിക്കഴിഞ്ഞാൽ, അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ശത്രുതയും മറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്ന തരത്തിലുള്ള പ്രകടനം തുടരുന്ന ഇന്ത്യൻ താരങ്ങളുടെ ഒരു കാഴ്ച മുൻകാലങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോഴത് കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നിരാശ ജനിപ്പിക്കുന്ന ഒരു സംഭവം. ഇനി ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ ടൂർണമെൻറ്റിൽ പ്രസക്തമാകുന്നതാണ്. ഇന്നത്തെ ഫൈനലിനെ സംബന്ധിച്ച് നമ്മൾ ആകാംക്ഷയോട് കൂടി നോക്കിക്കാണുന്നതാണ്. ഈ ഒരു ടൂർണമെൻറ്റ് ഒരിക്കലും വിവാദങ്ങളുടെ പേരിലായിരിക്കരുത്, ഭാവിയിൽ അടയാളപ്പെടുത്തുക എന്ന് ആഗ്രഹമുണ്ട് ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും. കാരണം ഇപ്പോൾ നിലവിൽ ഹസ്തദാന വിവാദവും മറ്റ് പ്രതിവാദങ്ങളുമാണെങ്കിൽ ഇന്നൊരു തീവ്രമായിട്ടുള്ളൊരു മത്സരവും ഒരുപക്ഷേ നമ്മൾ സെമി ഫൈനലിന് തുല്യമായിട്ടുള്ള കഴിഞ്ഞ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ കണ്ടതുപോയിട്ടുള്ള പോരാട്ടപരമായിട്ടുള്ള നിമിഷങ്ങൾ സമ്മാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിമിഷങ്ങളായിരിക്കും ഈ ഏഷ്യ കപ്പ് അടയാളപ്പെടുത്തുക. അങ്ങനെ ഭാവിയിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള നിമിഷങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ പാക് മത്സരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയാൻ എത്രയോ നിമിഷങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിൽ കളിക്കാർ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ, അതിനുപരിയായി വാക്പോരിനുപരിയായി ബാറ്റും പന്തും കൊണ്ടുള്ള കളിക്കളത്തിലെ പോരാട്ടങ്ങളൊക്കെ നമുക്കറിയാം. 2003 സച്ചിൻ ടെണ്ടുൽക്കറുടെ 98 റൺസ് അടക്കം, 1996 ലോകകപ്പിലെ വെങ്കടേഷ് പ്രസാദ്, അമീർ സൊഹൈൽ വാക്പോരും ബൗൾഡും അടക്കം, അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. അത്തരത്തിലുള്ള കളിക്കളത്തിൽ കായിക താരങ്ങൾ കളിക്കളത്തിൽ ഏറ്റുമുട്ടുന്ന തരത്തിലുള്ള നിർണായകമായിട്ടുള്ള വലിയ നിമിഷങ്ങൾ പിറക്കട്ടെ എന്നാണ് നമ്മൾ ഈ ഫൈനലിൽ പ്രതീക്ഷിക്കുന്നത്.